എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഗുരുവായൂരപ്പനിൽ നിന്നുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കുറച്ച് നാൾക്ക് മുമ്പ് ഞങ്ങൾ കുടുംബസമേതം ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ ഒരു 1.5-2 ആഴ്ചയ്ക്ക് മുമ്പ് പ്ലാൻ ചെയ്തതാണ്. അപ്പം അന്ന് ഒരുപാട് നാൾക്ക് ശേഷമായിരുന്നു ഞങ്ങൾ ഗുരുവായൂർ പോയിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ചെറിയ മോളോടും മോൻ്റോടും ഒക്കെ ഞാൻ പറഞ്ഞു, നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയാണ്, ഗുരുവായൂരപ്പനെ കാണാൻ പോവുകയാണ്. അപ്പം മോൾ ചെറുതായതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മളെ കാത്തിരിക്കുകയാണ് ഗുരുവായൂരപ്പൻ, നമ്മളെ കാത്തിരിക്കുകയാണ്, നമ്മളവിടെ ചെല്ലണം, നമുക്ക് ഗുരുവായൂരപ്പനെ നമ്മളെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാവും, നമുക്കും ഒത്തിരി സന്തോഷമാവും ഗുരുവായൂരപ്പനെ കാണുമ്പം എന്ന് പറഞ്ഞ് മോളോട് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. മോളിനോടും പറയുമായിരുന്നു, നമ്മൾ ഗുരുവായൂരപ്പൻ നമ്മളെ കാത്തിരിക്കുകയാണ്, നമ്മളെ കാണാൻ പോകണം, നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പം പോകുന്ന വഴിയിലും എല്ലാം ഞാൻ പറയും, നമ്മളെവിടെ പോകും, നമ്മളെ ഗുരുവായൂരമ്പലത്തിൽ പോകാം, ഗുരുവായൂരപ്പം അവിടെ നമ്മളെ എന്ത് ചെയ്യുക. അപ്പോൾ കുഞ്ഞ് പറയും, നമ്മളെ കാത്തിരിക്കുക എന്ന് പറയും. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരുപാട് വൈകിയായിരുന്നു എത്തിയപ്പോഴത്തേക്ക്. അതുകൊണ്ട് ഞാൻ, എൻ്റെ അമ്മ, എൻ്റെ 2 മക്കളെ കൂട്ടി ഞങ്ങൾ ഓടി. ഹസ്ബൻഡും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അവർ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ലോഡ്ജിൽ നിന്ന് ഇറങ്ങി ഓടി, ലോഡ്ജിൽ കാറിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി ഗുരുവായൂർ അമ്പലത്തിലോട്ട് വന്നു. അപ്പം ഓടിയെന്ന് വെച്ചാൽ നടയടയ്ക്കാൻ പോകുന്നതിന് മുമ്പെങ്കിലും ഗുരുവായൂരപ്പനെ നല്ലതായിട്ട് തൊഴണം, അതായിരുന്നു മെയിനായിട്ടുള്ള ആഗ്രഹം. അപ്പോൾ ഓടി, നല്ല കുഞ്ഞിനെ കൈവച്ചുകൊണ്ട് മോനെ പിടിച്ചുകൊണ്ട് ഞാൻ ഓടുമ്പം നമ്മൾ പറയാമെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെ കാത്തിരിക്കുകയാണെങ്കിൽ, ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ ഒരാളെ കാത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ അവരെ കാണാൻ കാത്തിരിക്കുകയാണ്. നമ്മൾ വീടിനകത്ത് ഒരിക്കലും നിൽക്കത്തില്ല, നമ്മൾ അവർ വരുന്നോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് പുറത്ത് നിൽക്കും. എനിക്കത് യാദൃച്ഛികമായിട്ട് തോന്നുന്നതായിരിക്കും, പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ടത് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ശീവേലി നടക്കുകയായിരുന്നു. ഞാൻ ആ ഗോപുരത്തിൻ്റെ വാതിലിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പം, ബാക്കിൽ കൂടെയാണ് കയറിയെന്ന് തോന്നുന്നു, വാതിക്കലെത്തിയപ്പം അവിടെ ആ വാതിലിൻ്റെ മുമ്പിൽ ഭഗവാൻ ആനപ്പുറത്ത് വന്ന് നിൽക്കുകയായിരുന്നു, ആ വാതിലിൻ്റെ അവിടെ. അപ്പോൾ എനിക്കത് മനസ്സിലായത്, എന്നെ എൻ്റെ കുടുംബത്തെയും കാത്ത് ഭഗവാൻ ആ വാതിക്കൽ എത്തി. കറക്റ്റ് ടൈമായിരുന്നു. ഞാൻ വന്നതും ഗുരുവായൂരപ്പൻ ആനപ്പുറത്തെ ശിവേലിക്കിഴങ്ങി ആ വാതിക്കൽ നിൽക്കുന്നതും കറക്റ്റ് ടൈമായിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ എന്തോ പോലായിപ്പോയി, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമായിപ്പോയി. പിന്നെ അപ്പം നമ്മൾ ആ ശിവേലിയുടെ കൂടെ ഹരേരാമ പറഞ്ഞ് ചുറ്റിനും 2 വട്ടം വലത്തിട്ടു. ഭയങ്കര ഗുരുവായൂർ അമ്പലത്തിനറിയാമല്ലോ, നല്ല തിരക്കാണ്. അപ്പം എങ്ങനെ അകത്ത് കയറി തൊഴാൻ പറ്റുമെന്നും പറഞ്ഞ് ഞാൻ പേടിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അമ്മ നോക്കിയപ്പം തിരുമേനിമാരുടെ, ഏതൊരു വലിയ തിരുമേനിയുടെ കുടുംബത്തിൽ ആരൊക്കെയോ ഇങ്ങനെ, എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയത്തില്ല അമ്മമാർ അവരാരൊക്കെയാണെന്നുള്ളത്, പക്ഷെ അവരുടെ കൂടെ നമ്മളും കയറി നല്ലതായിട്ട് ഭഗവാന്റെ അടുത്ത് തൊഴാൻ പറ്റി. അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ വിചാരിക്കുന്നു. നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ഭഗവാനെ കാണാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു, അത്രത്തോളം ഭഗവാനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇത് പറയാം. കാരണം ഞാൻ എൻ്റെ മക്കളെയും ഒരുപാട് ആഗ്രഹിച്ചു, ഭഗവാൻ നമ്മളെ കാണാൻ കാത്തിരിക്കുക എന്നുള്ള എന്ത് കാരണത്താൽ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ കുഞ്ഞു മോളോടും മോനോടും അങ്ങനെ തന്നെ പറഞ്ഞു, നമ്മളെ കാണാൻ കാത്തിരിക്കുകയാണ്. ഞങ്ങളിവിടെ ചെന്നപ്പം ഭഗവാൻ ഇതെന്നെക്കൂടെ വന്ന് നമ്മളെ കാത്തിരിക്കുന്നെക്കൂടെ തോന്നി. എല്ലാം ഭഗവാനിൽ അർപ്പിക്കുക, എല്ലാം ഭഗവാൻ നല്ലതായിട്ട് തരും. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സർവം കൃഷ്ണാർപ്പണം. കൃഷ്ണ ഗുരുവായൂരപ്പ.